again. It is the instruction of the government. If we all are doing such a way, no waste in our surrounding or any public place. So we have to start from our home. You should start. Each one of you burning on paper. Large amount of carbon dioxide is producing. That affects the whole system. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളെ രാവിലെ എഴുന്നേൽക്കും അച്ഛനെയും കാണുന്നില്ല അമ്മയും കാണുന്നില്ല ആരുമില്ല. നിങ്ങളെ ആരെങ്കിലും വെള്ളത്തിൽ നിന്നാണോ പൊക്കിയെടുത്ത് കരക്കിട്ട് അങ്ങനെ ജീവിക്കും നിങ്ങൾ. കഴിക്കാൻ ഫുഡില്ല, മാറാൻ ഡ്രസ്സില്ല, ഇനി അത്ര ടോയ്ലറ്റ് പോലും ഇല്ല. എന്ത് ചെയ്യും ആലോചിച്ച് നോക്കി ആ സ്ഥിതി. അപ്പൊ അതിനെല്ലാം കാരണം ആരാ? നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാണ്. നമ്മളെപ്പോഴും നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. എനിക്ക് മാത്രമേ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കൂ. രണ്ട് ചെറുപ്പക്കാരാണ് ഇവര്. ഒന്ന് അനന്തും സനീഷും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവിടെ അടുത്തുള്ള പരിസരത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കുറെ സാധനങ്ങൾ കളക്ട് ചെയ്ത് വയനാട്ടിലെ ദുരന്തത്തിന്റെ ഒരു കൈത്താങ്ങാൻ വേണ്ടി അവരാൽ കഴിവത് ശ്രമിച്ച് അവരെ കളക്ട് ചെയ്ത് ഇവർ തന്നെ അവിടെ എത്തിക്കാൻ മനസ്സ് കാണിച്ച് അനന്തുവിനും സതീഷിനും സ്കൂളിന്റെയും ഓരോ അംഗങ്ങളുടെയും നിങ്ങളുടെയും മാനേജറുടെയും ഒക്കെ പേരിലുള്ള ആത്മമായ നന്ദി ഞാൻ അറിയിക്കുന്നു.